ഹലോ. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യണത് കേട്ടാ. ഇന്ന് മോൾക്ക് നാളെ എക്സാം ഉള്ള കാരണേ അവൾക്ക് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചിക്കൻ വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ. അപ്പം വന്ന വഴിക്ക് തന്നെ ഞാൻ ചിക്കൻ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് മസാല തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വറക്കാലോ എന്ന് വിചാരിച്ചിട്ട്. നാളെ എക്സാം ആണേ മോൾക്ക്. അങ്ങനെ ചിക്കന് അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഞാൻ മസാല തേച്ച് വെച്ചിട്ട് വറക്കാനിട്ടു. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് വൃത്തിയാക്കി നല്ലപോലെ ചതച്ച് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ സവോള കട്ട് ചെയ്തു, സവോള വഴറ്റാനിട്ടു. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ചതച്ചതും ഇട്ടിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നല്ലപോലെ വാടിയതിന് ശേഷം തക്കാളിയും കട്ട് ചെയ്തിട്ടു. തക്കാളിയും സവോളയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ, എനിക്കതൊക്കെ കുറേ വേണം. പിന്നെ നമ്മൾ തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്നും കൂടി മട്ടിച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അപ്പം ആ ചാറ് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ഇടുകയും ചെയ്യുന്നത്. അങ്ങനെ അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും ഗരം മസാലയുടെ പൊടിയൊക്കെ ഇട്ട് പോരാത്ത ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഒന്ന് കുറച്ച് ചെറിയ തീയിലിട്ട് കിടന്ന് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. പിന്നെ ചെറുനാരങ്ങ ഒരു ലേശം പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പം അതിന് വേറെ ഫ്ലേവർ ആവും. നമുക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് പിന്നെ മല്ലിയുടെ ഇലയും ഇടാറുണ്ട്. മല്ലിയുടെ ഇല എനിക്ക് സാമ്പാറിലായാലും ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ സ്മെല്ല്. അപ്പം ഇട്ടില്ലെങ്കിൽ ഒരു കുറവ് പോലെയാണ് എനിക്ക് തോന്നാറ് ചിക്കൻ കറി വെക്കുമ്പോഴൊക്കെ. അപ്പോൾ മല്ലിയുടെ ഇല ഇട്ട് നല്ലപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നിങ്ങളൊരു കാര്യം മറക്കരുത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും കൂടെ വേണം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. ചിക്കൻ കറി കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ബൈ.